സംസ്ഥാനത്ത് കാലവർഷം തുടങ്ങിയതോടെ പകർച്ചവ്യാധികളും പിടിമുറുക്കുകയാണ്. നിപയ്ക്ക് പുറമെ ഷിഗല്ലയും ഡെങ്കുവും മഞ്ഞപ്പിത്തവും ഏറ്റവും ഒടുവിൽ കോളറ സംശയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. രോഗങ്ങൾ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളും പതിവാകുന്നുവെന്നാണ് മറ്റൊരു കാര്യം. കോളറ സ്ഥിരീകരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പും പാലക്കാട് ഡിഎംഒയും വ്യത്യസ്ത പത്രക്കുറിപ്പ് ഇറക്കിയതാണ് ഒടുവിലത്തെ സംഭവം. പകർച്ചവ്യാധി പിടിമുറുക്കുമ്പോഴും പ്രതിരോധത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനം കാര്യക്ഷമമാണോ? ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നോക്കാം. മഴക്കാലം എത്തിയതോടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികളുടെ വ്യാപനം കൂടുകയാണ്. പല ജില്ലകളിലായി നിപ്പയും ഷിഗല്ലയും പോലുള്ള രോഗങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കീഴിലുള്ള പകർച്ചവ്യാധി പ്രതിരോധ ഏകോപനം എത്രത്തോളം കാര്യക്ഷമമാണ്? നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. ഷിഗല്ലയും മറ്റ് നിപ്പ പോലുള്ള കാര്യങ്ങൾ വയനാട്ടിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ കേരളത്തിലാകെ വ്യാപിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഇരുന്നിട്ട് നിയന്ത്രിക്കുന്ന രീതിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. നിപ്പ അടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മുൻകാലത്തെ വാക്കുകളും പ്രവചനങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം ഇതിന് പറ്റിയ ആളല്ല എന്ന് കൃത്യമായിട്ട് കേരള ജനതയ്ക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പുതിയ സർക്കാർ ഇപ്പോൾ അധികാരം ഏറ്റ് അധികമൊന്നും ആയിട്ടില്ല. അപ്പോൾ അവർക്ക് പുതിയ സംവിധാനങ്ങളുമായിട്ട് മയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിലിടയ്ക്ക് ഒരു ആരോപണം പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ഏതായാലും പുതിയ രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ശൈലജ ടീച്ചറായിരുന്നു, നല്ല ഇതായിരുന്നു. അവരത് നിപ്പ സമയത്ത് അവരായിരുന്നു നല്ലത്. ഇപ്പം അത് മാറി അടുത്ത ഭരണം വന്നുപോയി 10 വർഷം കൊണ്ട് ഭരിക്കുമ്പോൾ ഇളയവറിനും ഇത് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ കയറിയിട്ടുള്ളൂ ഭരണത്തിൽ. പക്ഷേ ആ സമയത്ത് തന്നെയാണ് ഇതെല്ലാം ഒരുമിച്ച് വന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ കുറ്റപ്പറയാനൊന്നും പറ്റത്തില്ല. ഇപ്പം അതിന് വേണ്ട നടപടികൾ അവർ സ്വീകരിക്കുകയാണെങ്കിൽ അതത്ര നല്ലതായിരിക്കും. പുള്ളിക്കാരൻ ഇപ്പോൾ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന് ആക്ഷേപിക്കാൻ കഴിയില്ല. കാരണം ഇപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ രോഗങ്ങൾ വരുന്നത്. ഒരു മുന്നറിയിപ്പില്ലല്ലോ. ആ വരുമ്പോൾ അതിൻ്റെതായ പ്രിക്കോഷൻസ് അവരെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിലമ്പൂർ അതിനുള്ള ആരോഗ്യ ഇപ്പോൾ വളരെ ഉഷാറായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ വകുപ്പുകളുടെയും കൂടെ ഒരു കൃത്യമായ ഏകോപനം ഇതിനകത്തേക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഏകോപനം ഇതുവരെ വന്നതായിട്ട് തോന്നിയിട്ടില്ല. ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാരെയും എല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ആത്മാർത്ഥതയോടുകൂടി ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇല്ലാതെ മുകളിലിരുന്ന് നേതാവ് ചമഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല. മന്ത്രിസഭ കയറുകയല്ലേ ഉള്ളൂ. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേ എല്ലാം ഡെവലപ്പായി വരും. കഴിഞ്ഞ പഠനത്തിനെ പോലെയല്ല. ഇവയൊക്കെ നല്ല അടിപൊളി പഠനമായിരിക്കും, നല്ല ഇതായിരിക്കും, എല്ലാം കൊണ്ടും നല്ല ഇതായിരിക്കും. മെഡിക്കൽ കോളേജിൻ്റെ പേരാണല്ലോ. എന്താ പറയുക, എന്ത് ഇതാണെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോകാനാണ്. ആ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം വളരെ ഗുരുതരമാണ്. ഏത് സർക്കാർ വന്നാലും സ്ഥിതിയാ തന്നെ. സർക്കാർ എന്തോ ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, വാക്കുകൾ പറഞ്ഞിട്ടേ ഉള്ളൂ. പോരായ്മ ഉണ്ടോന്ന് തോന്നുന്നില്ല. കാരണം ഏതായാലും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ സർക്കാർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എങ്ങനെ പോരായ്മ വരുന്നത്? പോരായ്മ വരാൻ പാടില്ലല്ലോ. നിപ്പയും കോവിഡുമൊക്കെ പ്രതിരോധിച്ച മാതൃക നമുക്ക് മുന്നിലുണ്ട്. സർക്കാർ വകുപ്പുകൾക്ക് വീഴ്ച സംഭവിച്ചാൽ ഉണ്ടാകുന്നത് വലിയ പ്രത്യാഘാതമായിരിക്കും. ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട. വയനാട്ടിൽ നിന്ന് ലിൻറ്റോയും പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബുവും തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ് നമ്മളിപ്പോൾ കണ്ടത്.